സാങ്കേതികവിദ്യയുടെ അതിവേഗത്തിലുള്ള വളർച്ച നമ്മുടെ നിത്യജീവിതം എളുപ്പമാക്കുമ്പോഴും മറുവശത്ത് അത് സൈബർ കുറ്റവാളികൾക്ക് പുതിയ തട്ടിപ്പ് വഴികൾ തുറന്നു നൽകുകയാണ് ചെയ്യുന്നത്. പ്രവാസികളുടെയും സ്വദേശികളുടെയും പ്രധാന സാമ്പത്തിക ഹബ്ബായ ബഹ്റൈനിൽ സമീപകാലത്തായി ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകൾ ഭയപ്പെടുത്തുന്ന രീതിയിൽ വർദ്ധിച്ചു വരുന്നതായാണ് സുരക്ഷാ ഏജൻസികളുടെ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. സാമൂഹിക മാധ്യമങ്ങളും പുതിയ ഡിജിറ്റൽ സംവിധാനങ്ങളും ദുരുപയോഗം ചെയ്ത് ജനങ്ങളുടെ അധ്വാന പണം കവർന്നെടുക്കുന്ന പുതിയ തന്ത്രങ്ങളുമായി തട്ടിപ്പുകാർ രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് പൊതുജനങ്ങൾക്ക് ശക്തമായ മുന്നറിയിപ്പും ജാഗ്രതാ നിർദ്ദേശങ്ങളുമായി ഇന്റീരിയർ മന്ത്രാലയവും പോലീസ് ഉദ്യോഗസ്ഥരും രംഗത്തെത്തിയിരിക്കുന്നത്. വെറുമൊരു സാമ്പത്തിക നഷ്ടം എന്നതിനപ്പുറം ഒരു കുടുംബത്തിന്റെ സമ്പാദ്യത്തെയും സമാധാനത്തെയും തകർക്കുന്ന ഈ കെണികളെക്കുറിച്ച് കൃത്യമായ അവബോധം പുലർത്തേണ്ടത് അത്യന്താപേക്ഷിതമായി മാറിയിരിക്കുന്നു. ഇന്നത്തെ കാലത്ത് ഭൂരിഭാഗം ആളുകളും വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ കാണുന്നതിനും സേവനങ്ങൾ വാങ്ങുന്നതിനുമായി ഇൻസ്റ്റാഗ്രാം, ടിക്ടോക്ക് തുടങ്ങിയ ജനപ്രിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെയാണ് വലിയ തോതിൽ ആശ്രയിക്കുന്നത്. ഈ പ്രവണതയെയാണ് തട്ടിപ്പുകാർ തങ്ങളുടെ പ്രധാന ആയുധമാക്കുന്നത്. ആകർഷകമായ ഫോട്ടോകളും വീഡിയോകളും മോഷ്ടിച്ച് വ്യാജ അക്കൗണ്ടുകൾ നിർമ്മിച്ചാണ് ഇവർ ഇരകളെ കെണിയിലാക്കുന്നത്. വൻ ഡിമാൻഡുള്ള സംഗീത പരിപാടികളുടെ ടിക്കറ്റുകൾ, ട്രെൻഡിംഗ് ഡിസൈനിലുള്ള അബായകൾ, വില കൂടിയ ഫർണിച്ചറുകൾ, അവധിക്കാലം ആഘോഷിക്കാനുള്ള സ്വിമ്മിംഗ് പൂളുകൾ, ക്യാമ്പിംഗ് ടെന്റുകൾ, കാർ ബുക്കിംഗ് എന്നിവയുടെ പേരിൽ മുൻകൂറായി പണം വാങ്ങുന്ന രീതി വ്യാപകമാണ്. ഇന്റീരിയർ മന്ത്രാലയത്തിന്റെ അൽ അമൻ എന്ന സാമൂഹിക മാധ്യമ പരിപാടിയിലൂടെ ഫിദ് പോലീസ് സ്റ്റേഷൻ മേധാവി കേണൽ ഡോക്ടർ ഒസാമ ബഹാർ ഈ പ്രതിഭാസത്തെക്കുറിച്ച് വ്യക്തമായി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കേവലം ഡിജിറ്റൽ സ്ക്രീനിൽ കാണുന്ന ദൃശ്യങ്ങളെ മാത്രം വിശ്വസിച്ച് അപരിചിതരായ അക്കൗണ്ടുകളിലേക്ക് പണം അയക്കരുതെന്നാണ് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നത്. ഉൽപ്പന്നങ്ങളുടെയോ സേവനങ്ങളുടെയോ വിശ്വാസ്യത നേരിട്ട് ബോധ്യപ്പെടാതെ നൽകുന്ന അഡ്വാൻസ് തുകയുമായി തട്ടിപ്പുകാർ പിന്നീട് അപ്രത്യക്ഷമാവുകയാണ് പതിവ്. സാധാരണക്കാരായ ജനങ്ങളിൽ ഭയവും പരിഭ്രാന്തിയും ജനിപ്പിച്ച് പണം തട്ടുന്ന മറ്റൊരു അപകടകരമായ രീതിയും ബഹ്റൈനിൽ വർദ്ധിച്ചു വരുന്നുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരെന്ന വ്യാജേന വാട്സാപ്പ് വഴിയോ മറ്റ് കോളുകൾ വഴിയോ ബന്ധപ്പെട്ട് വ്യക്തി വിവരങ്ങളും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ചോർത്തുന്ന തന്ത്രമാണിത്. ചില സന്ദർഭങ്ങളിൽ വീഡിയോ കോളിൽ വന്ന് വ്യാജ പശ്ചാത്തലങ്ങളും തുന്നിച്ചേർത്ത വസ്ത്രങ്ങളും ഉപയോഗിച്ച് വിശ്വസിപ്പിച്ചാണ് ഇവർ OTP നമ്പറുകൾ വരെ കൈക്കലാക്കുന്നത്. രാജ്യത്തെ പ്രധാന ഡിജിറ്റൽ ഇടപാട് സംവിധാനമായ ബെനിഫിറ്റ് പേയിൽ നിന്നാണെന്ന രീതിയിലോ വൈദ്യുതി ജല അതോറിറ്റിയുടെ പേരിലോ വ്യാജ സന്ദേശങ്ങൾ അയക്കുന്ന രീതിയും കുറവല്ല. ട്രാഫിക് നിയമലംഘനത്തിന് പിഴ അടയ്ക്കണമെന്നോ കൊറിയർ ചാർജ് കുടിശ്ശികയുണ്ടെന്നോ കാണിച്ചുള്ള വ്യാജ ലിങ്കുകൾ മൊബൈലുകളിലേക്ക് വരുന്നു. ഇത്തരം അനാവശ്യ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുന്നതോടെ സ്മാർട്ട് ഫോണുകളിലെ ബ്രൗസറുകൾ ലോക്ക് ആവുകയും പിന്നീട് വലിയൊരു തുക പിഴയായി നൽകിയാൽ മാത്രമേ ഇത് അൺലോക്ക് ചെയ്യാനാകൂ എന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു. ഔദ്യോഗിക ചാനലുകളിലൂടെയല്ലാതെ ഇത്തരം ആവശ്യങ്ങൾക്കായി ഒരു സർക്കാർ സ്ഥാപനവും വ്യക്തിവിവരങ്ങൾ ആവശ്യപ്പെടുന്നില്ലെന്ന യാഥാർത്ഥ്യം ജനങ്ങൾ തിരിച്ചറിയണം. സൈബർ സുരക്ഷാ രംഗം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി കൃത്രിമ ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുള്ള തട്ടിപ്പുകളാണ്. പ്രമുഖ വ്യക്തികളുടെയും ഉയർന്ന സർക്കാർ ഉദ്യോഗസ്ഥരുടെയും രൂപവും ശബ്ദവും അങ്ങേയറ്റം കൃത്യതയോടെ അനുകരിക്കുന്ന ഡീപ് ഫേക്ക് സാങ്കേതിക വിദ്യയാണ് തട്ടിപ്പുകാർ ഇതിനായി ഉപയോഗിക്കുന്നത്. ഇവരുടേതെന്ന രീതിയിൽ വ്യാജ വാർത്താ ക്ലിപ്പുകൾ നിർമ്മിച്ച് വലിയ ലാഭം വാഗ്ദാനം ചെയ്യുന്ന നിക്ഷേപ പദ്ധതികളെക്കുറിച്ച് സംസാരിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. സാധാരണക്കാർ ഈ മുഖങ്ങളെയും ശബ്ദങ്ങളെയും വിശ്വസിച്ച് വൻ തുകകൾ ഇത്തരം വ്യാജ പദ്ധതികളിൽ നിക്ഷേപിക്കുന്നു. എന്നാൽ ഇത്തരം നിക്ഷേപ അവസരങ്ങൾ ഒന്നും തന്നെ നിലവിലില്ലെന്നും ഇത് സമ്പൂർണ്ണമായ തട്ടിപ്പാണെന്നും അധികൃതർ ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. ആഗോളതലത്തിൽ തന്നെ സോഷ്യൽ എഞ്ചിനീയറിംഗ് തട്ടിപ്പുകൾ വലിയൊരു ഭീഷണിയായി മാറിയിരിക്കുകയാണ്. ഇന്റർപോളിന്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ നടന്ന ഓപ്പറേഷൻ ഫസ്റ്റ് ലൈറ്റ് പോലെയുള്ള ആഗോള റെയ്ഡുകളിൽ ഒട്ടനവധി സൈബർ കുറ്റവാളികൾ അറസ്റ്റിലായതും ദശലക്ഷക്കണക്കിന് ഡോളർ പിടിച്ചെടുത്തതും ഇത്തരം ഓൺലൈൻ മാഫിയകളുടെ വ്യാപ്തി വ്യക്തമാക്കുന്നു. ഓൺലൈൻ ഇടപാടുകൾ നടത്തുമ്പോൾ അമിതമായ ആവേശവും അശ്രദ്ധയും ഒഴിവാക്കുക എന്നത് മാത്രമാണ് ഇതിനായുള്ള പോംവഴി. അപരിചിതമായ സന്ദേശങ്ങളോടോ ആനുകൂല്യങ്ങളോടോ പ്രതികരിക്കുന്നതിന് മുൻപ് നേരിട്ടോ ഔദ്യോഗിക ഫോൺ നമ്പറുകൾ വഴിയോ അവ ഉറപ്പുവരുത്തണം. കേണൽ ഡോക്ടർ ഒസാമ ബഹാറിന്റെ വാക്കുകൾ കടമെടുത്താൽ ആവർത്തിച്ചുള്ള മുന്നറിയിപ്പുകൾ നൽകിയിട്ടും പലരും കെണിയിൽ വീഴുന്നത് നിർഭാഗ്യകരമാണ്. സ്വന്തം കുടുംബത്തിനും കുട്ടികൾക്കും വേണ്ടി ഉപയോഗിക്കേണ്ട കഷ്ടപ്പാടിന്റെ പണമാണ് തട്ടിപ്പുകാരുടെ കൈകളിലേക്ക് എത്തുന്നതെന്ന് ഓരോരുത്തരും ഓർക്കണം. ബാങ്കുകളോ ധനകാര്യ സ്ഥാപനങ്ങളോ ഒരിക്കലും നിങ്ങളുടെ രഹസ്യ കോഡുകളോ പാസ്വേഡുകളോ OTPകളോ ഫോണിലൂടെയോ സന്ദേശങ്ങളിലൂടെയോ ആവശ്യപ്പെടില്ല. ബഹ്റൈനിൽ ഏതെങ്കിലും തരത്തിലുള്ള ഓൺലൈൻ തട്ടിപ്പുകൾ ശ്രദ്ധയിൽപ്പെടുകയോ ഇരയാവുകയോ ചെയ്താൽ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ആന്റി കറപ്ഷൻ ആൻഡ് ഇക്കണോമിക്സ് ആൻഡ് ഇലക്ട്രോണിക് സെക്യൂരിറ്റിയുമായി അടിയന്തരമായി ബന്ധപ്പെടണം. ഇതിനായി 992 എന്ന ടോൾ ഫ്രീ ഹോട്ട്ലൈൻ നമ്പറിലോ 17108108 എന്ന ഔദ്യോഗിക വാട്സാപ്പ് നമ്പറോ ഉപയോഗിക്കാവുന്നതാണ്. അതോടൊപ്പം അവരുടെ ഔദ്യോഗിക വെബ്സൈറ്റായ ACEES.gov.bh എന്ന പോർട്ടലിലുള്ള നിശ്ചിത ഫോം വഴിയും വേഗത്തിൽ പരാതികൾ സമർപ്പിക്കാൻ സാധിക്കും. സുരക്ഷിതമായ ഒരു ഡിജിറ്റൽ സമൂഹം കെട്ടിപ്പടുക്കാൻ വ്യക്തിപരമായ ജാഗ്രത തന്നെയാണ് ഏറ്റവും ശക്തമായ പ്രതിരോധം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.